RSS നേതാക്കളെ ADGP MR അജിത് കുമാർ കണ്ടതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചു. സത്യത്തിൽ ഈ ദത്താത്രേയ ഹൊസബുള്ള അല്ലെങ്കിൽ രാം മാധവ് എന്നീ RSS നേതാക്കളെ എന്തിനായിരിക്കും ADGP കണ്ടത്? നമുക്ക് TGയോട് തന്നെ ചോദിക്കാം. എന്തിന് കണ്ടെങ്കിൽ എന്താ? അദ്ദേഹം യൂണിഫോമിലല്ല പോയി കണ്ടത്. ഇനി യൂണിഫോമിലായിരുന്നെങ്കിൽ പോലും എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. ഈ നമ്പർ 1, നമ്പർ 2 പൊസിഷനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കളും ഒക്കെ ആയിട്ട് ബന്ധമുള്ളവരാണ്. ഒരു ഫോൺ കോളിൽ സംസാരിക്കാവുന്ന ഒരു ബന്ധം അവർ സ്ഥാപിക്കും. അങ്ങനെ സ്ഥാപിക്കുന്നത് ലോ ആൻഡ് ഓർഡറിന് ആവശ്യമാണ്. പലപ്പോഴും ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോലീസിനെ വെച്ച് ലാത്തി ചാർജ് ചെയ്യുകയോ വെടിവെക്കുകയോ ചെയ്യുന്നതല്ല. അതിൻ്റെ നെർവ് സെൻറ്റർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതേ നിങ്ങളുടെ ആൾക്കാരെ ഒന്നും ഒഴിവാക്കുക അവിടെ നിന്ന്, അല്ല അത് പ്രശ്നം, ആ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം, നിങ്ങളുടെ ആൾക്കാർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരെ തിരിച്ചു വിളിക്കുക എന്ന് പറയാനൊരു പോയിന്റ് വേണ്ടേ? അപ്പോൾ RSS പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഭാരതത്തിൽ. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സാധനമുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പ് ആൾ വരുമ്പോൾ അങ്ങേരെ ദൈനംദിന ലോ ആൻഡ് ഓർഡറിന് വേണ്ടിയിട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ഒരു കോണ്ടാക്റ്റ് ഇരുന്നോട്ടെ, ഒരാവശ്യത്തിന് കാണുന്നു, സംസാരിക്കുന്നു, അത് ശരി, ഒരു ചായ കുടിച്ചു, പിരിഞ്ഞു. ഇതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. മാത്രമല്ല, ഒരു ലോ ആൻഡ് ഓർഡറിനെ പറ്റി കൺസെപ്റ്റുള്ള ഒരു പോലീസ് മേധാവി ചെയ്യേണ്ട കാര്യം തന്നെയാണത്. കീപ്പ് എവരിബഡി ഇൻ ഗുഡ് റിലേഷൻ. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏത് സംഘടന ആയിക്കോട്ടെ, ഈവൻ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട്, അതിൻ്റെ നേതാക്കളുമായിട്ടും പോലീസിലെ ടോപ്പിലുള്ളവർക്ക് ബന്ധമുണ്ടാകും. വേണ്ടിവരും തീർച്ചയായിട്ടും ഒരു ബന്ധം. അതിൻ്റെ ഉദാഹരണം അജിത് ഡോവലാണ്. അജിത് ഡോവലിന് ലോകത്തിലെ സകല തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട്. ലോകത്തിലെ ISIS, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൈബ, താലിബാൻ, ഇന്ത്യൻ മുജാഹിദീൻ, എല്ലാവരുമായിട്ട് UAPA ഷെഡ്യൂളിലുള്ള സകല ഭീകര സംഘടനകളുടെയും തലപ്പത്തുള്ളവരിൽ ഒരാളെങ്കിലുമായിട്ട് അജിത് ഡോവലിന് ബന്ധമുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. പല സ്ഥലത്തും പെട്ടുപോകുന്ന ആൾക്കാർ അവർ തമ്മിലുള്ള വഴക്കിൽ ഇറാഖിൽ നിന്ന് കുറച്ച് പേരെ കൊണ്ടുവന്നില്ലേ, അന്ന് ആ ഭീകര സംഘടനയോട് അജിത് ഡോവൽ സംസാരിച്ചിട്ടാണ് അവർ പറഞ്ഞു ഒരേ ഒരു കാര്യം മാത്രം, വിമാനത്തിൽ പറ്റില്ല, കപ്പലിൽ ഇവാക്യുവേറ്റ് ചെയ്തു. ഒരു വിമാനം ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇന്ത്യൻ വിമാനത്തിൻ്റെ വേഷത്തിൽ വേറെ ഏതെങ്കിലും വിമാനം വന്നു എന്ന് വരാം. കപ്പലിന് അത്രയും ഡേഞ്ചറില്ല. കാരണം കപ്പലിനെ പുറംകടലിൽ വെച്ച് തന്നെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ മോണിറ്റർ ചെയ്തിട്ട് വരൂ. അവസാനം അജിത് ഡോവൽ പറഞ്ഞു ശരി, കപ്പലിൽ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ആൾക്കാരെ സുരക്ഷിതമായിട്ട് കിട്ടണം. ഇത് കഴിഞ്ഞിട്ട് അൺഒഫീഷ്യൽ വാർത്ത വന്നത് 5 കോടി രൂപയും അവർ മേടിച്ചു എന്നാണ്. അപ്പോൾ അത് ഗവൺമെൻറ് സാങ്ഷൻ ചെയ്ത് ആരും അറിയണ്ട, 5 കോടി രൂപയും കൊടുത്ത്. കാരണം നമ്മുടെ ആൾക്കാർ നമുക്ക് അവിടെ നിന്ന് ഊരിയെടുക്കണം. അവർ തമ്മിൽ എന്തോ ഡിസ്പ്യൂട്ട് ബഹളം എന്ന് പറഞ്ഞിട്ട് 5 കോടി രൂപയ്ക്ക് നമുക്ക് കുരുതി കൊടുക്കാൻ പറ്റും ആൾക്കാർ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ടെറർ ഫൈനാൻസിങ് അല്ലേ? ആണ്. കാരണം നമ്മുടെ ആൾക്കാർ ഈ അന്താരാഷ്ട്ര തലത്തിൽ ആരൊക്കെ തമ്മിൽ എന്തെല്ലാം ലഹളയും ജകളയും നടക്കുന്നത്. ബോക്കോ ഹറാം ഇവിടെ ചൊറിഞ്ഞു, അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചൊറിഞ്ഞു. ഇതിലൊക്കെ പോയി ഇന്ത്യക്കാർ പെടും. നമ്മൾ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ജനതയാണ്. അപ്പോൾ നമ്മൾ 10 ഇന്ത്യക്കാരില്ലാത്ത ഒരു സാധനമില്ല. അവിടെ ബഹളം തുടങ്ങി കഴിയുമ്പോൾ അയ്യോ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളി വരും. ഈ 10 പേരെ രക്ഷിക്കാനായിട്ട് നമുക്ക് കാശ് മുടക്കേണ്ടി വരും, സ്പെഷ്യൽ ഒരു ഫ്ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ രാജ്യം ചെയ്യേണ്ടി വരും. അത് ചെയ്യുന്നു. അതിനിടയ്ക്ക് അവൻ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ കാശും കൊടുക്കുക, എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരണമല്ലോ. അങ്ങനെ ഈ ബന്ധങ്ങൾ വെച്ചേ പറ്റുള്ളൂ. ഇതിലൊക്കെ എത്രയോ സിമ്പിളാണ്. ഈ ADGP അജിത് കുമാർ ദത്താത്രേയ രാത്രി തലയിൽ മുണ്ടിട്ടൊന്നും അല്ലല്ലോ പോയത്, പകൽ സമയത്ത് പോയി കണ്ടു. രാം മാധവിനെ കണ്ടു. 10 ദിവസം സാറിന് ദത്താത്രേയ ഹൊസബിളയെ കാണണമെങ്കിൽ അടുത്ത തവണ കേരളത്തിൽ വരട്ടെ, ഞാൻ കാണിച്ചു തരാം. വേറെ ആരും വേണ്ട, ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഒന്നും വേണ്ട, സാറ് മുണ്ടും മടക്കി കുത്തി പുള്ളി എവിടെയുള്ളതെന്ന് നോക്കിയിട്ട് എനിക്ക് ആ ദത്താത്രേയ ഹൊസബിളയെ ഒന്ന് കാണണമല്ലോ. സാറ് ഇരിക്കും, ഉച്ചയാകും പുള്ളി ഫ്രീ ആകും. ശരി, ഞാനിവിടെ ഇരുന്നോളാം. സാറിനൊരു ചായയൊക്കെ തന്ന അവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് ഫ്രീ ആയി കഴിയുമ്പോൾ കോനെ എന്ന് ചോദിച്ചു പുള്ളി വരും. ഇത്രയേ ഉള്ളൂ ഈ കാര്യം. ഇതിനകത്തൊരു പ്രശ്നം എന്താ പറയുക, ഈ കേരളത്തിലെ ഒരു പ്രശ്നം, ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എവിടെയും, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എവിടെയും ഉത്തരവാദപ്പെട്ട പോലീസിന് തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് TG പറഞ്ഞ സത്യാവസ്ഥ പറയാൻ പറ്റില്ല. അവർ പറയാൻ നോട്ട് സപ്പോസ് ടു
ഡിസ്ക്ലോസ്. അതാണ് ഒന്ന്. അങ്ങനെയാണെങ്കിൽ അത് പറയാൻ വളരെ ബോൾഡായിട്ടും സത്യസന്ധമായിട്ടും അത് പറയാൻ ഗവൺമെൻറ്റിന് പറ്റണം. കൃത്യമായിട്ട് പറയാവുന്നുള്ളൂ. പോയിട്ടുണ്ടാവും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പലപ്പോഴും എല്ലാ വിഭാഗ നേതാക്കളുമായിട്ടും നയപരമായ ഒരു റിലേഷൻ വേണ്ടി വരും എന്ന് ഈ പറഞ്ഞത് പറയാവുന്നതേ ഉള്ളൂ. അത് പറയുന്നുമില്ല. അത് പറയാതിരിക്കുന്നത് എന്താ വെച്ചാൽ കേരളത്തിൽ ഈ RSS CPM എന്തോ വലിയ ഭീകരമായ ശത്രുതയിലാണ് എന്നൊരു ധാരണ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഹിപ്പോക്രസിയാണ്. ഇപ്പോൾ ഇത് സത്യസന്ധമാണ്. ഇപ്പോൾ ഏത് ഗവൺമെൻറ്റിനും പറയാവുന്നതേ ഉള്ളൂ. ഉണ്ടാകും, ആര് വന്നാലും ഈ പറഞ്ഞ പോലെ. ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ശത്രുതയുണ്ട് എന്ന് മാത്രമല്ല, ശത്രുത ഉണ്ടാവണം എന്നുള്ളതാണ് കേരളത്തിലെ സമവാക്യം. RSSുമായിട്ട് ആരും ബന്ധപ്പെട്ടുകൂടാ. RSSനെ ചെന്ന് കണ്ടത് എന്തിനെന്നല്ല, കണ്ടു എന്നുള്ളത് തന്നെ അപരാധമാണ്. ഇതാണ് ഒരു ധാരണ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതാരെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ അത് മതേതരത്വത്തിന് വിരുദ്ധമാണെന്നും ഒക്കെയുള്ള പ്രചരണം തുടങ്ങും. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും CPI ആണെങ്കിലും വരുത്തുന്നത് എങ്ങനെയെങ്കിലും RSSുമായിട്ട് CPMന് ഒരു ബന്ധമുണ്ട് എന്ന് വരുത്തുക. അങ്ങനെ വരുത്തിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നിവർ വിചാരിക്കുന്നു. മൂച്ചെടുത്താൽ LDFൽ നിന്ന് ഇറങ്ങിയിട്ട് UDFൽ പോകാം എന്ന് CPIയും കരുതുന്നു. അതുകൊണ്ട് അതിന് പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് K. സുധാകരൻ ഒരു മുഴം മുമ്പേ നീട്ടി എറിഞ്ഞത്. തെറ്റ് തിരുത്തി CPI വന്നാൽ ഞങ്ങൾ സ്വീകരിക്കാം. ഈ തെറ്റ് തിരുത്തി ഞാൻ തിരിച്ചു വരികയാണ് ചേട്ടാ, സർവ്വതും നഷ്ടപ്പെട്ടു, ഞാൻ കാണിച്ച അബദ്ധമായി ഇപ്പോൾ മാപ്പൊന്നും പറഞ്ഞ് CPI വരാൻ പോകുന്നില്ല. CPI വരികയാണെങ്കിൽ അന്തസ്സായിട്ടേ വരുള്ളൂ. പക്ഷേ സുധാകരൻ ഒരു റൈഡർ ഇട്ടിട്ട് ആ വാതിൽ ഇങ്ങനെ ഒന്ന് തെറ്റുതിരുത്തായി പരിഗണിക്കും. അതെ. CPMൻ്റെ RSS ബന്ധത്തിൽ മനം മടുത്തിട്ട് CPI ഇറങ്ങി UDFൻ്റെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു. CPIക്ക് ഒരു കാരണം വേണ്ടേ LDF വിടാൻ? അത് RSS ബന്ധമാണ്. എത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തില്ല. അജിത് കുമാർ RSSനെ പോയി കണ്ടു, അത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംശയിക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രമേയമൊക്കെ പാസ്സാക്കി. അപ്പോഴത്തേക്ക് ഇച്ചിരി താമസിക്കും. നമ്മുടെ തെരഞ്ഞെടുപ്പ് 26-ലല്ലേ വരുന്നുള്ളൂ. ഏകദേശം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 6 മാസം മുമ്പൊക്കെ ആയിരിക്കും CPI ചിലപ്പോൾ ഈ മറുകണ്ഠം ചാടാൻ ആലോചിക്കുന്നത്. കോൺഗ്രസും അതനുസരിച്ച് ബഹളം. എത്ര അന്വേഷണം നടത്തിയാലും അവർക്ക് തൃപ്തിയാവില്ല. പക്ഷേ RSSനോടും BJPയോടും ഒക്കെ ഈ ഒരു തൊട്ടുകൂടായ്മ സമീപനം കേരളത്തിലെ UDFനുണ്ടോ, കോൺഗ്രസിനുണ്ടോ? ഇല്ല. പരസ്യമായ മുന്നണിയിലുണ്ടായിരുന്നു. ഇല്ല സാർ, ചരിത്രം നോക്ക്. ഏറ്റവും അധികം RSSുമായിട്ട് ജനസംഘവുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ളത് CPM ആണ്. 1967 CPIയും ജനസംഘവും ഒക്കെ ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കി. ഉത്തർപ്രദേശിൽ, പഞ്ചാബിൽ, മധ്യപ്രദേശിലൊക്കെ മന്ത്രിസഭ ഉണ്ടാക്കി. ഇത് കഴിഞ്ഞിട്ട് 89 VP സിംഗിനെ പിന്തുണച്ച് ഈ രണ്ടുപേരും കൂടെയാണ്. അല്ല, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ആ സമയത്ത് കൂട്ടുകൂടി. കോർഡിനേഷൻ മീറ്റിംഗ് ഹർകിഷൻ സിംഗ് സുർജിത്ത്, LK അദ്വാനി, VP സിംഗ് എല്ലാ വ്യാഴാഴ്ചയും, ആഴ്ചയിൽ ഒരു തവണ കോർഡിനേഷൻ മീറ്റിംഗ് കൂടിയിരുന്നു VP സിംഗ് ഭരിക്കുമ്പോൾ. അന്നൊന്നും ഇല്ലാത്ത അയിത്തം ഇന്നിങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ബേപ്പൂർ വടകര തെരഞ്ഞെടുപ്പ്, കൊലീബി സഖ്യം ഇതുണ്ട് എന്ന് 91 എല്ലാവർക്കും അറിയാം ഇതുണ്ടെന്ന്. അന്ന് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അത്ഭുതമെന്ന് പറയട്ടെ, ഈ ADGP RSS ബന്ധത്തിൽ മുസ്ലിം ലീഗ് കാര്യമായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേർക്ക് മൈക്ക് നീട്ടി കഴിയുമ്പോൾ പുള്ളി സ്വാഭാവികമായ രീതിയിൽ ഒരല്പം വലിച്ചു നീട്ടിയൊക്കെ അവിടെ എങ്കിലും തൊടാതെയൊക്കെ വിട്ടു. മുസ്ലിം ലീഗിന് വലിയ പരിഭ്രമമൊന്നും കാണുന്നില്ല. കോൺഗ്രസ് ആണ് വലിയ ബഹളം വയ്ക്കുന്നത്. അതെ, ഈ ഒരു ഹിപ്പോക്രസിയാണ് ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ഹിപ്പോക്രസി ആക്ച്വലി അത് എന്തിനാ? അപ്പോൾ RSS വിരോധം പൊലിപ്പിച്ച് കാണിച്ചിട്ട് ന്യൂനപക്ഷ വോട്ട് വാങ്ങാം എന്നൊരു നിലപാട്, അത് സമ്പൂർണ്ണമായി ലോക്സഭ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുത്തി കഴിഞ്ഞതാണ്. ഇനിയും എന്തിനാണ് ഈ കാപട്യം എന്നാണ് ഒരു ചോദ്യം. പക്ഷെ അപ്പം തന്നെ രജി, ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ജനം വളരെ ഉത്ബുദ്ധരാണ്. ഏറെക്കുറെ CPMനകത്ത് തന്നെ ഉള്ളവർ വളരെ ഉത്ബുദ്ധരാണ്. പുറത്തുള്ളവർക്ക് അതിലേറെ ബോധ്യമുണ്ട്. അത് RSSനോട് ഈ പറയുന്ന വിരോധമൊന്നും ചരിത്രത്തിലോ വർത്തമാനത്തിലോ ഒരു കാലത്തും CPM, UDFനോ LDFനോ ഉണ്ടായിരുന്നില്ല എന്നത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അപ്പോഴും ആളുകളുടെ മനസ്സിലുള്ളൊരു ശങ്ക, ഒരു ആശങ്ക, അല്ലെങ്കിൽ ഇതിലൂടെ പുറത്തു ഇതിലൂടെ ഇപ്പോൾ അത് ഏത് വൃത്തികെട്ട ഏത് വഴിക്കായാലും PV അൻവറിനെ ഉപയോഗിച്ചിട്ടായാലും CPIയെ ഉപയോഗിച്ചിട്ടായാലും എന്ത് വഴിക്കായാലും പുറത്തു വരട്ടെ എന്ന് ജനം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഹിപ്പോക്രസിക്കിടയിൽ പുറത്ത് ഭയങ്കര RSS വിരോധം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും എല്ലാ വേദികളിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും
അത് പറഞ്ഞ് കത്തിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ വരുന്ന എല്ലാ നിയമങ്ങൾക്കും എതിരെ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ സംഘടിപ്പിച്ചിട്ട് ജയിച്ചു കളയാം എന്ന് വ്യാമോഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന CPM പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ കാലത്ത് ആത്മരക്ഷയ്ക്ക് വേണ്ടി എവിടെയൊക്കെയോ കേന്ദ്ര ഗവൺമെൻറ്റുമായി കൃത്യമായ അന്തർധാരയുണ്ട് എന്ന് ജനം വിശ്വസിക്കുന്ന കൂടിയുണ്ട്. ഈ എപ്പിസോഡിൻ്റെ ഒടുവിലത്തെ ഒരു സംഗതി അതാണ് സത്യത്തിൽ. പറച്ചിൽ ജനങ്ങൾ തള്ളിക്കളയും. RSS വിരോധത്തിലൊന്നും കഴമ്പില്ല. പക്ഷേ അതങ്ങനെ ആയിക്കോട്ടെ എന്നാണ് പിണറായി വിജയൻ്റെ തീരുമാനം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭസ്മമായി പോയി. CPMൻ്റെ ഹിന്ദു ബേസ് വോട്ടർമാർ ഹിന്ദുക്കളാണല്ലോ ആത്യന്തികമായിട്ട്. മതേതരത്വം എന്നൊക്കെ പറയുമെങ്കിലും ആറ്റിക്കുറുക്കി കഴിയുമ്പോൾ അവൻ ഹിന്ദുവാണ്. അങ്ങനെയുള്ള ഹിന്ദുക്കൾ CPMന് വോട്ട് ചെയ്തില്ല. അത് CPM തുറന്ന് സമ്മതിച്ചു. മാസ്സായിട്ട് ഹിന്ദു വോട്ടുകൾ BJPയിലേക്കും കോൺഗ്രസിലേക്കും പോയി. കോൺഗ്രസ് ജയിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അവർ കൂടുതൽ ജയിക്കുകയും ചെയ്തു. BJPക്കും ഒരു സീറ്റ് കിട്ടി. പക്ഷേ BJPക്ക് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത 11 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ BJP മുന്നിട്ട് നിൽക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. ഈ ഹിന്ദു ബേസ് പോയി, മുസ്ലിം ബേസ് ഉണ്ടായില്ല. ഇല്ല, രണ്ടും പോയി. ഇപ്പോൾ DGP ഇവിടെ അന്വേഷണം പ്രഖ്യാപിച്ചു. ഒരു സെക്കൻഡ് ഇത് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ നടന്ന സംഭവങ്ങൾ സാറ് ഒരു കമ്മ്യൂണൽ ആംഗിളിൽ നോക്കുക. ഈ ഹിന്ദു വോട്ട് പോയി മുസ്ലിം വോട്ട് കിട്ടിയുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദു മുസ്ലിം എന്നുള്ള ദ്വന്ദ്വം അംഗീകരിച്ചാണല്ലോ. തീർച്ചയായിട്ടും. PV അൻവർ ഒരു മുസ്ലിമാണ്. PV അൻവർ ടാർഗറ്റ് ചെയ്യുന്നത് 2 ഹിന്ദുക്കളെയാണ്, MR അജിത് കുമാറും P ശശി. അവർ യഥാർത്ഥ ഹിന്ദുവാണോ അമ്പലത്തിൽ പോകാറുണ്ടോ നമുക്ക് വിടുക. സാധാരണ മനുഷ്യൻ നോക്കുമ്പോൾ സുജിത് കുമാർ അൻവർ എന്ന മുസ്ലിം ആക്രമിക്കുന്നത് അജിത് കുമാർ, P ശശി. അവരുടെ പിന്നിൽ നിൽക്കുന്നത് പിണറായി വിജയൻ. 3 ഹിന്ദുക്കളെ ഒരു മുസ്ലിം ആക്രമിക്കുകയാണ്. ഈ മുസ്ലിമിനെ പിന്തുണച്ചതാരാണ്? KT ജലീലും കാരാട്ട് റസാഖും. അപ്പോൾ പിണറായി വിജയൻ ഈ 2 ഹിന്ദുക്കളെ സ്ട്രോങ് ആയിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ നിന്ന് പാർട്ടി കേഡേഴ്സിന് പോകുന്ന മെസ്സേജ്, ഹിന്ദുക്കളെ നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. പാർട്ടി കേഡേഴ്സ് തമ്മിൽ പറഞ്ഞു, നോക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. P ശശിക്കെതിരെ ഒരു അന്വേഷണമില്ല, ഒരു ചുക്കൂല, പോടാ, അയാളൊരു തെറ്റും ചെയ്തിട്ടില്ല. MR അജിത് കുമാർ അന്വേഷണം നടക്കുന്നുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആൺകുട്ടിയാണ് പിണറായി വിജയൻ. എന്താ വിചാരിച്ച്? നിങ്ങൾ വെറുതെ പേടിച്ചു. മുസ്ലിമിനെ കാണിച്ചതും പുള്ളിയെ പേടിപ്പിക്കാൻ പറ്റില്ല. ഇതാണ് സാധാരണ ചായക്കടയിലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് പിണറായി വിജയൻ നഷ്ടപ്പെട്ട ഹിന്ദു ബേസ് തിരിച്ചു പിടിക്കുകയാണ് ഈ ഇഷ്യൂയിലൂടെ. കൂടുതൽ ആ ഹിന്ദു ബേസ് കിട്ടാനായിട്ട് ഈ പൂരം വിവാദമൊക്കെ കൊണ്ടുവരുന്നു. അത് ശരി. സാർ ആലോചിച്ച് നോക്ക്. എനിക്കറിയില്ല എന്ത് മണ്ടത്തരമാണ് സുനിൽകുമാറും മുരളീധരനും ചെയ്യുന്നതെന്ന്. പൂരം കലക്കി അതിൻ്റെ ദേഷ്യത്തിൽ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. അങ്ങനെ സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം കിട്ടി. ഇതാണല്ലോ ആർഗ്യുമെന്റ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ നിരാശപ്പെട്ട ഹിന്ദു BJPക്ക് വോട്ട് ചെയ്യും. കാരണം BJP ആണ് ഹിന്ദുവിൻ്റെ രക്ഷകൻ, ഞാനല്ല, സുനിൽകുമാർ അല്ല, മുരളീധരനല്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. മുരളീധരൻ ഒരു സ്റ്റെപ്പ് കൂടെ പോയിട്ട് ഇനി ആറ്റുകാൽ പൊങ്കാല കലക്കിയിട്ട് അവിടെയും BJPയെ ജയിപ്പിക്കുമോ എന്ന് ചോദിച്ചാണ് അടുത്ത ചോദ്യം. ഇതിനർത്ഥം എന്താണ്? നിങ്ങൾ ഹിന്ദുവിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദു BJPക്ക് വോട്ട് ചെയ്യും എന്നാണ് അതിനർത്ഥം. ഞാനോ സുനിൽകുമാറോ മുരളീധരനോ സുനിൽകുമാറോ ഹിന്ദുക്കളെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. റെപ്രസെൻ്റ് ചെയ്യുന്നത് സുരേഷ് ഗോപിയാണ്. ആ റെപ്രസെൻറ്റേഷൻ കൂട്ടാൻ ഈ പൂരം കലക്കിയ പ്രവൃത്തി ഉണ്ടായി. അതോടെ ഞങ്ങൾ ബാക്ക് ഫുട്ടിലായി. അല്ലെങ്കിൽ പൂരം കലക്കിയാൽ മനുഷ്യർക്ക് എന്തിന് സുനിൽകുമാറിനോട് ദേഷ്യം വരണം? അയാളാണോ കലക്കിയത്? അല്ല. ഇനി പൂരം കലക്കിയതിൻ്റെ ഒരു വലിയ അന്വേഷണം പകൽ മുതൽ തന്നെ പൂരം കലക്കൽ തുടങ്ങിയതാണ്, കൺഫ്യൂഷൻ തുടങ്ങിയതാണ്. മഠത്തിൽ വരവിൻ്റെ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായി, എലഞ്ഞിത്ര മേളത്തിൻ്റെ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായി, കുടമാറ്റത്തിന് കൺഫ്യൂഷൻ ഉണ്ടായി, ആനയും മനുഷ്യരും എത്ര അകലത്തിൽ നിൽക്കണമെന്ന് ചൊല്ലി കൺഫ്യൂഷൻ. അപ്പോഴൊക്കെ സുനിൽകുമാറും മന്ത്രി രാജനും ഈ എല്ലാവരും അവിടെ ഉണ്ടല്ലോ, അവർക്ക് ഇടപെടാമായിരുന്നല്ലോ. രാത്രി ആംബുലൻസിൽ വന്ന് സുരേഷ് ഗോപി പ്രശ്നത്തിൽ ഇടപെട്ടു. സുരേഷ് ഗോപി എങ്ങനെ ആംബുലൻസിൽ വന്നു? എങ്ങനെയോ വന്നു. നിങ്ങൾക്കും വരായിരുന്നല്ലോ ആംബുലൻസിലോ കുതിരവണ്ടിയിലോ. വരാഞ്ഞെന്താ? നിങ്ങൾ കിടന്നുറങ്ങി. സുരേഷ് ഗോപിക്ക് തിരുവാമ്പാടി ദിവസം ഫോൺ ചെയ്തു. എന്താ തിരുവാമ്പാടി ദിവസം നിങ്ങൾക്ക് ഫോൺ ചെയ്യാഞ്ഞത്? നിങ്ങൾ തൃശ്ശൂരുകാരനാണല്ലോ, സുരേഷ് ഗോപി തൃശ്ശൂരുകാരൻ പോലുമല്ല. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരാശനായ, ദേഷ്യം വന്ന നിസ്സഹായനായ ഹിന്ദു BJPയെ ആശ്രയിക്കും എന്നുള്ളതിൻ്റെ അടയാളമാണ്.
ഇത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. UDF LDF അത് പ്രഖ്യാപിക്കുന്നു, ഇത് സമ്മതിക്കുന്നു. രസം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ട്രാജഡി ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ BJPക്ക് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും BJP ആണ് ഈ പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായല്ലോ, എവരിബഡി അഗ്രീസ് ദാറ്റ് ഐ ആം ദ പ്രൊട്ടക്ടർ ഓഫ് ഹിന്ദുയിസം. പിണറായി പറയാതെ ഇത് ചെയ്ത് കാണിക്കുന്നു. ഹി ഈസ് സെൻഡിങ് എ മെസ്സേജ് ടു ഹിസ് പീപ്പിൾ ദാറ്റ് ഐ ആം വിത്ത് ഹിന്ദുസ്. യെസ്, അൻവർ ഇഷ്യൂവിൻ്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിൽ TG പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ ഒരു കമ്മ്യൂണൽ ബാലൻസിൽ, വോട്ട് ബാങ്ക് ബാലൻസിൽ അന്തിമമായി പിണറായിക്ക് തന്നെയാണ് ഇത് ഗുണം ചെയ്യുന്നതെന്നാണ്. അതെ, ഓക്കെ. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഈ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ TG, ഈ കമ്മ്യൂണൽ സംഗതി മാറ്റി വെച്ചിട്ട് പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വോട്ട് ബാങ്കിനെ അടുത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഉള്ളിൻ്റെ ഉള്ളിലെവിടെയോ പാർട്ടിക്ക് അതീതമായി വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി, പിണറായിക്കും മോളുടെയും രക്ഷയ്ക്ക് വേണ്ടി എവിടെയോ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു ധാരണയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിൽ സത്യമുണ്ടോ? ഉണ്ടെന്ന് വെച്ചാൽ സത്യമുണ്ടെന്ന് സാഹചര്യങ്ങൾ വെച്ച്, ഈ ലാവ്ലിൻ കേസ് വെച്ചല്ല ഞാൻ പറയുന്നത്. ലാവ്ലിൻ കേസ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കേസ് സംഭവിക്കുകയുള്ളൂ. സുപ്രീം കോടതിയിൽ ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ ഇങ്ങനെയൊക്കെ കിടന്നു കുഴപ്പം, അതൊന്നുമല്ല. ബട്ട് ഈ മാസപ്പടി കേസിൽ സെക്ഷൻ 420 ചീറ്റിംഗ്, സെക്ഷൻ 120B ഗൂഢാലോചന, ഇതനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ED സ്റ്റേറ്റ് പോലീസ് ചീഫിന് കത്ത് കൊടുത്തതാണ്. കത്തും കൊടുത്തു. കഴിഞ്ഞ മെയ്യിൽ അതിന് റിമൈൻഡറും കൊടുത്തു, 2024 മെയ് മാസത്തിൽ. അങ്ങനെ കൊടുത്തു എന്ന് വേറൊരു സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതിയെ അറിയിച്ചു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. എനിക്ക് രഹസ്യങ്ങളും പബ്ലിക് ഡോക്യുമെൻ്റാണ്. കോടതി കൊടുത്തപ്പോൾ പബ്ലിക് ഡോക്യുമെൻ്റായി. കോടതി കൊടുത്തത് CMRLൻ്റെ കേസിലാണ്. CMRLൻ്റെ കേസിൽ പറഞ്ഞു വരുമ്പോൾ 8ാമത്തെയോ 9ാമത്തെയോ പോയിൻ്റായിട്ടാണ് ഇത് വരുന്നത്. അല്ലാതെ ഇതൊരു പരാതിയായിട്ട് ED പറയുന്നതല്ല. മറ്റൊരു CMRL കേസും ബേസിക്കലി മാസപ്പടി കേസും കുഴഞ്ഞു മറിഞ്ഞ കേസുകളാണില്ല. അപ്പോൾ അതിനകത്ത് ഈ സാധനം ED പറയുന്നുണ്ട്. എന്നിട്ടും കേരള പോലീസ് കേസെടുത്തില്ല, FIR രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ എനിക്ക് തോന്നി മാസം എത്രയും, മെയ് മാസം റിമൈൻഡർ കൊടുത്ത മാസം വെച്ച് സാർ നോക്ക്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആവാറായി, ഇപ്പം 4 മാസമായി, അനങ്ങിയിട്ടില്ല കേരള പോലീസ്. എന്നാൽ EDക്ക് ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. EDയും അത് ചെയ്യുന്നില്ല. ഇന്ത്യ ഒട്ടാകെ ചെയ്യുന്നുണ്ട്, ഇവിടെ മാത്രമല്ല. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഡൽഹി പോലീസ് അല്ലല്ലോ, ED അല്ലേ. പിന്നെയാണ് CBI അറസ്റ്റ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയത്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ED ആണ്, ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് ED ആണ്. ബട്ട് വീണ വിജയനെ ED അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നു. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു ന്യായവും കാണുന്നില്ല. ദിസ് ഇസ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതല്ലെങ്കിൽ കൗണ്ടറായിട്ടുള്ള ആർഗ്യുമെൻ്റ് എന്തെങ്കിലും BJPയുടെ ഭാഗത്തുനിന്ന് വരണം. ബട്ട് രസം എന്താണെന്ന് വെച്ചാൽ, ഈ സത്യവാങ്മൂലം ഹൈക്കോടതിയിലുള്ളപ്പോൾ VD സതീശന് ഇതേപ്പറ്റി മിണ്ടുന്നില്ല, പിണറായി വിജയൻ മിണ്ടുന്നില്ല, BJP മിണ്ടുന്നില്ല, ഒരൊറ്റ പൊളിറ്റിക്കൽ പാർട്ടി ഇതിലും മിണ്ടുന്നില്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണോ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്? എവിടെയോ കോൺഗ്രസിൻ്റെ പരാതി എന്താ? പിണറായി വിജയനുമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, ഞങ്ങളുമായിട്ട് ചെയ്തില്ല. ഇതാണോ? ഞങ്ങളോട് പിണറായിയോട് കാണിച്ച ആ അടുപ്പം ഞങ്ങളോടും കാണിക്കണ്ടേ? ഇതാണോ പരാതി? വാസ്തവത്തിൽ CPIക്ക് ആ പരാതി ഉണ്ടോ? നമ്മളെ ഒന്ന് ഗവനിക്കപ്പാ. ഇപ്പോൾ ഇത് നിർത്താൻ പോകുമ്പോഴേ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ DGP ആണ് ഈ സംഭവം അന്വേഷിക്കുന്നത്, ഈ RSS ADGP കൂടിക്കാഴ്ച. അതിൽ A ജയകുമാറിന് നോട്ടീസ് നൽകി. A ജയകുമാറിന് എന്തിനാണ് നോട്ടീസ് നൽകുന്നത്? അദ്ദേഹം RSS നേതാവ് കൂടിയല്ലേ. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നോട്ടീസ് അയക്കും, മൊഴിയെടുക്കുമെന്ന് പറയുന്നത്. ജയകുമാർ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെന്ന് ജയകുമാർ. ഞാനിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ജയകുമാർ ഫോൺ എടുക്കും. എന്താ ചേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട്, തന്നെ പോലീസ് പിടിക്കാൻ പോകുന്നു കേട്ടില്ല. ഞാനേ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. പോലീസൊക്കെ പറഞ്ഞത് പോയിട്ട് എന്താ സംഭവം, ADGP അജിത് കുമാർ പുള്ളി കാണണമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി. അവർ തമ്മിൽ എന്ത് സംസാരിച്ചു എന്ന് എനിക്കറിയാമല്ല. ശരി, അത് എഴുതി മൊഴി വായിച്ച് കേട്ടു ശരി എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ട് വീട്ടിൽ പോകും. ഇത്രേ ഉള്ളൂ. അല്ല, RSS നേതാവ് ജയകുമാർ RSSന്റെ മുതിർന്ന നേതാവിനെ കാണാൻ പോയി. അതിന് പോലീസ് എന്തിനാണ് വിളിച്ച്? അല്ല, ADGPയെയും കൊണ്ടുപോയോ എന്നറിയാം. ഈ RSS ഒരു ലോ അബൈഡിങ് സംഘടനയാണ്. ഏത് പോലീസുകാരൻ സമൻസ് അയച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റേഷനിൽ പോകും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, DGP കേരള DGP ദത്താത്രേയ ഹോസ്പിറ്റലിലേക്ക് ഒരു നോട്ടീസ് അയക്കട്ടെ, നിങ്ങൾ ഇത്രാം തീയതി ഹാജരാവണം. പുള്ളി പറയും അതിൻ്റെ അടുത്ത മാസം ഞാൻ കേരളത്തിൽ വരുന്നുണ്ട്, അതും കൂടെ ക്ലബ് ചെയ്തിട്ട് അപ്പോൾ ഹാജരായ പോലെ എന്ന് ചോദിക്കും. അല്ലാതെ ഞാൻ വരില്ല എന്നൊന്നും പറഞ്ഞ് നടക്കില്ല. വരും. ഇതല്ലേ ഉള്ളൂ.
ഞാനും ADGP MR അജിത് കുമാറും തമ്മിൽ കണ്ടു. അല്ല അത് കത്തിക്കുത്തോ കൊലപാതകോ സംഗതിയൊന്നും അല്ലല്ലോ, അത് ചോദിക്കാനാണ്. അതിപ്പോൾ ഞാൻ അടുത്ത മാസം വരുമ്പോൾ ചോദിച്ചാലും മതിയല്ലോ എന്ന് പറയും. അതൊക്കെ അന്വേഷണത്തിന്റെ ഒരു പ്രഹസനമാവാൻ മാത്രമേ സാധ്യതയുള്ളൂ. മാത്രമല്ല എന്ത് കിട്ടാൻ ഇതൊക്കെ ഈ ആളുകൾ വെറുതെ ഇതാക്കാണ്. പോലീസിൻ്റെ ഒരു നോട്ടീസ് വന്നാൽ ഞാൻ ഹാജരാവില്ല, അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിയമത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ നിഷ്കളങ്കനാണ്, ബട്ട് പോലീസിന് നിങ്ങളെ വിളിപ്പിക്കാൻ അവകാശമുണ്ട്. പോവുക, സാർ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഓ എന്നാൽ ശരി, ഇത്രയേ ഉള്ളൂ. ഒരു പൗരൻ നിയമത്തിൻ്റെ ചട്ടത്തിൻ്റെ ഒക്കെ വിധേയനായിട്ടിരിക്കണം. അതല്ലേ നിയമവാഴ്ച എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ നിഷ്കളങ്കനാണ് അതുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പോവില്ല, അതെന്ത് പരിപാടി? അവർ വിളിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ പോവുക. ഇൻവെസ്റ്റിഗേഷനോട് നിങ്ങൾക്ക് മറ്റു രീതിയിൽ എതിർപ്പുണ്ടാകാം, ബട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വിളിക്കുമ്പോൾ നമ്മൾ പോകണം, ആരായാലും പോകണം. അതാണ് ഇതിൻ്റെ മര്യാദ. അപ്പോൾ എന്തായാലും ഈ RSS നേതാക്കളുമായി ADGP കണ്ടതിൻ്റെ ഒരു അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു. DGP നടത്തട്ടെ, റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.